കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നല്ലത്. പക്ഷേ ഗേറ്റ് എപ്പോഴും അടച്ചിടണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പക്ഷെ അവർ ഗേറ്റൊന്നും അടച്ചിടുകയൊന്നും ചെയ്യാറില്ലായിരുന്നു. ഈ 2:30 സ്കൂൾ വണ്ടി ഒരുപാടുണ്ട്, വലിയ ബസ് വരെ ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പം ഇവന് നടുക്കൂടി വന്ന് ഇവന് അറ്റത്തൂടി വരണമെന്നൊന്നും അറിയത്തില്ല. ഇതിനിടയ്ക്ക് പട്ടിശല്യമുണ്ട്. കുഞ്ഞ് പല അസ്വസ്ഥതയോടും കൂടിയാണ് കുഞ്ഞ് വന്നെത്തിയത്. അവൻ തളർന്നു അങ്ങ് അവശ നിലയിലായി ഏങ്ങി കരഞ്ഞു ആണ് അവൻ വന്ന് വീടെത്തിയത്. ഇത്രയും റോഡിനിടയിൽ അവൻ എങ്ങനെ വന്നെത്തിയെന്ന് അറിയില്ല. ഞങ്ങൾ ദൈവത്തിനോട് 1000 നന്ദി പറയാണ്. അവർ പറഞ്ഞ് അവരറിയാതെ സംഭവിച്ച മാപ്പ് ക്ഷമിക്കണം എന്നൊക്കെയാണ് അന്ന് ഞാൻ വിളിച്ച് പറഞ്ഞപ്പോഴാണ് കൊച്ചു പറഞ്ഞത്, ആൻറ്റി ക്ഷമിക്കണം, ഒരിക്കലത്തേക്ക് അബദ്ധം പറ്റിപ്പോയി. അങ്ങക്ക് അവിടെ കടയിൽ CCTV ഉണ്ട്. അപ്പം ഞങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് അവർ തന്നിട്ടില്ല. പോലീസ് വന്നാൽ മാത്രമേ തരാം. അപ്പം ഞങ്ങളിത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾ ചൊവ്വാഴ്ച വരാം, ഉച്ചയ്ക്ക് ശേഷം വരാം, ബുധനാഴ്ച വന്ന് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇതിൻ്റെ ഫുട്ടേജിൻ്റെ ആവശ്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ സഭക്കാർക്ക് അവർ കൊടുത്തു. നമസ്കാരം. ഡേ കെയറിലേക്കൊക്കെ കുട്ടികളെ പറഞ്ഞു വിടുമ്പോൾ നമുക്ക് ഭയങ്കര സുരക്ഷിതത്വം ഫീൽ ചെയ്യും. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. വെള്ളായണി കാക്കാമൂലയിലെ ഒരു ഡേ കെയർ സെൻ്ററിൽ നിന്ന് ഇവിടെ നിന്ന് 2.5 വയസ്സുകാരനായിട്ടുള്ള കുട്ടി വീട്ടിലേക്ക് തനിയെ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ വിവരമറിഞ്ഞ വീട്ടുകാർ, രക്ഷിതാക്കൾ ഈ സ്ഥാപനത്തെ ബന്ധപ്പെടുമ്പോഴും ഇവർ പ്രതികരിക്കാൻ ആദ്യഘട്ടത്തിൽ തയ്യാറായില്ല. പിന്നീട് പോലീസ് കേസിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടാകുന്നു. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വീട്ടുകാർ തന്നെ പ്രതികരിക്കുന്നു. അമ്മുമ്മയാണല്ലേ? കുട്ടിയുടെ പേരെന്താണ്? കൊച്ചിൻ്റെ പേര് അങ്കിത്. ഈ സ്ഥാപനത്തിൽ എത്ര കാലം കൊണ്ട്? ഞാൻ 2 മാസമായിട്ടുള്ളൂ. ഡിസംബർ 17-ാം തീയതി വിട്ട് 2 മാസമായിട്ടുള്ളൂ. അതെനിക്ക് സുഖമില്ലാത്തത് കാരണമാണ് ഞാൻ ഈ കൊണ്ടാക്കിയത് അവിടെയും. അങ്ങനെ ഇരുന്ന് അവർ നല്ല സുരക്ഷിതത്വം നല്ല രീതിയിൽ നോക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ ആക്കിയത്. പക്ഷേ അതിനകത്ത് അവർ നല്ലവണ്ണം നോക്കുന്നുണ്ട്. കൊച്ചിന് ഫുഡ് കൊടുക്കുക, കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നല്ലത്. പക്ഷേ ഗേറ്റ് എപ്പോഴും അടച്ചിടണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പക്ഷെ അവർ ഗേറ്റൊന്നും അടച്ചിടുകയൊന്നും ചെയ്യാറില്ലായിരുന്നു. അപ്പം അന്ന് തിങ്കളാഴ്ചയായപ്പോൾ അവിടെ ഒരു കല്യാണം നടന്നത് കാരണം ഇവർ 4 പേരുണ്ട്, 3 ടീച്ചറും ഒരു ആയിയും. അതിൽ 3 പേരും കല്യാണത്തിന് പോയി. ഒരു ടീച്ചറെ ആക്കിയിട്ട് 2 ടീച്ചറും ഒരു ആയും കൂടി കല്യാണത്തിന് പോയി. ഇതിനിടെ കൊച്ചു 1 മണിക്കോ എപ്പോഴും അവിടെ പോയി. ഇവിടെ വീട്ടിൽ വന്നെത്തിയപ്പം മണി 2:09. അപ്പം ഞാൻ വിചാരിക്കും ഈ കൊച്ചിതെങ്ങനെ ഇത് ഒറ്റയ്ക്ക് ഇവിടെ വീടെത്തി. അപ്പം ഞാൻ വിചാരിച്ചു അവൻ്റെ അച്ഛനും കല്യാണത്തിന് പോയിരിക്കുന്നു 1:30 ആയപ്പോഴത്തേക്ക്. ഞാൻ വിചാരിച്ചു അവൻ വിളിച്ചിട്ട് വന്നായിരിക്കുമെന്ന് കരുതി ഞാൻ വീട്ടിൽ നിന്ന് നേരെ വന്ന് നോക്കിയപ്പം അവനും ഇല്ല, അവൻ്റെ ബൈക്കും ഇല്ല. അങ്ങനെ ഞാൻ നേരെ റോഡിൽ പോയി നോക്കിയപ്പോഴത്തേക്ക് അവിടെ എങ്ങും ആരുമില്ല. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് ഫോൺ എടുത്ത് വെച്ച് നഴ്സറിയിലോട്ട് വിളിച്ചപ്പോൾ ഞാൻ ശ്രുതി ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറെ വിളിച്ചപ്പോഴത്തേക്കാണ് അറിയണത്, ആൻറ്റി കുഞ്ഞ് മിസ്സായ കാര്യം ഞങ്ങളിവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് നിങ്ങൾ എന്നെ അറിയിച്ചില്ല? ഞാൻ ഒരു കുഞ്ഞിതാ ഓടി കതച്ച് വീട്ടിൽ എത്തി, നിങ്ങൾ ആരെ കൂടെ കുഞ്ഞിനെ പറഞ്ഞു വിട്ടത് എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ആൻറ്റി അവിടെ കുഞ്ഞ് വന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, കുഞ്ഞ് ഇവിടെ നിന്ന് പോയി, ഞങ്ങൾ ഇവിടെ എല്ലാം തിരക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. കുഞ്ഞ് പല അസ്വസ്ഥതയോടും കൂടിയാണ് കുഞ്ഞ് വന്നെത്തിയത്. അവൻ തളർന്നു അങ്ങ് അവശ നിലയിലായി ഏങ്ങി കരഞ്ഞു ആണ് അവൻ വന്ന് വീടെത്തിയത്. അപ്പോൾ വന്ന വഴിക്ക് ഒരാളെ കണ്ടു ഈ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് വരണതായിട്ട്. അപ്പോൾ അവർ വിചാരിച്ചു ഞങ്ങൾ അവൻ്റെ പുറകിൽ നിന്ന് ആരോ ഉണ്ട് എന്ന് വിചാരിച്ചു. ഇത്രയും റോഡിനിടയിൽ അവൻ എങ്ങനെ വന്നെത്തിയെന്ന് അറിയില്ല. ഞങ്ങൾ ദൈവത്തിനോട് 1000 നന്ദി പറയാണ്. അത്രയ്ക്ക് അവസ്ഥയിലായിരുന്നു. 2.5 വയസ്സുള്ള ഒരു കുട്ടി 1 കിലോമീറ്ററിന് മുകളിലുണ്ട്, 1.5 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. ഈ വഴി എങ്ങനെ ഓർത്തു വെച്ചത് വന്നു അതറിയില്ല. പക്ഷേ ഈ 2 മാസത്തിന് ഞാൻ കുറച്ച് ദിവസം മാത്രമേ ഞാൻ നടത്തിക്കൊണ്ടുപോയിട്ടുള്ളൂ, ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം. അല്ലാത്ത ദിവസം ഇവരാരെങ്കിലും കൂടെ വണ്ടിയിലാണ് കൊണ്ടാക്കണം. അങ്ങനെയാണ് ഈ ഇത് സംഭവം. അപ്പോൾ ഇത് ഏത് ദിവസമാണെന്ന് സംഭവം? തിങ്കളാഴ്ച, 12-ാം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഈ സംഭവം. 1 മണിക്കായിരിക്കണം അവിടെ സംഭവം. സ്കൂളിനെ ബന്ധപ്പെട്ട ഇവരെന്താണ് പറയുന്നത്? അവര് പറഞ്ഞ് അവരറിയാതെ സംഭവിച്ച മാപ്പ് ക്ഷമിക്കണം എന്നൊക്കെയാണ് അന്ന് ഞാൻ വിളിച്ച് പറഞ്ഞപ്പോഴാണ് കൊച്ചു പറഞ്ഞത്, ആൻറ്റി ക്ഷമിക്കണം, ഒരിക്കലത്തേക്ക് അബദ്ധം പറ്റിപ്പോയി, ഇന്ന് പറ്റാറില്ല എന്ന് പറഞ്ഞ്. ഉടനെ തന്നെ അവൻ്റെ അച്ഛനും അമ്മയും വന്ന് 3 മണിയായപ്പോൾ കേസ് കൊടുത്തു. അപ്പോഴ് പോലീസ് അതിൻ്റെതായ നടപടികളെല്ലാം എടുത്തു. ശിശുവികസന കോർപ്പറേഷൻ അവിടെ നിന്നും എല്ലാം വന്ന് അതിൻ്റെതായ നടപടികളെടുത്തു. അങ്ങനെ അവിടെ നിന്നും എല്ലാം വന്ന് തിരക്കി എല്ലാം ചെയ്യും. അപ്പം അവർ പോലീസ് പറഞ്ഞു ഒരു അടിയന്തര PTA മീറ്റിംഗ് വെച്ച ശേഷം ഇത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബുധനാഴ്ച 2:30 PTA മീറ്റിംഗ് വെച്ചു. അവിടെയുള്ള രക്ഷിതാക്കളൊന്നും ഞങ്ങളോടൊപ്പം സഹകരിച്ചിട്ടില്ല. അവരെല്ലാം ആ സഭയ്ക്ക് വേണ്ടി, അവർക്ക് ആ ടീച്ചർമാർ 4 പേരും വേണം, ആ നഴ്സറി സ്കൂൾ മുമ്പോട്ട് കൊണ്ടുപോകണം. ഞങ്ങളും അടച്ചു പൂട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. സ്കൂളിന്റെ പേരെന്താണ്? സോവർ ഹിൽ ലൂതറൻ നഴ്സറി സ്കൂൾ. പോലീസ് പരാതി പറഞ്ഞിട്ടുണ്ടല്ലോ, പോലീസിന്റെ എന്താണ് അന്വേഷിച്ചപ്പോൾ പോലീസ് പറഞ്ഞു അമ്മ എന്താണ് പറയണത് അതിൽ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഈ മാനേജ്മെന്റിനോട് നിങ്ങൾ സംസാരിച്ചു? ഞങ്ങൾ മാനേജ്മെന്റ് PTA മീറ്റിംഗ് വെച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പരീക്ഷയാണ് കുഞ്ഞുങ്ങൾക്ക് അടുത്ത മാസം, അപ്പോൾ ആനിവേഴ്സറി നടക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ തയ്യാറെടുപ്പിലാണ്. അപ്പം അപ്പോഴും ആ PTA മീറ്റിംഗ് കഴിഞ്ഞ് നമുക്കിപ്പോൾ ഇവർ പറയണതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഞങ്ങളൊപ്പം വേണം അവർ പറഞ്ഞത്.
പക്ഷേ മാതാപിതാക്കളും അവർ എല്ലാവരും കൂടെ പറഞ്ഞു ഞങ്ങൾക്കിത് നടത്തിക്കൊണ്ട് പോകണം, അത് നടത്തിയേ പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞു. അപ്പം ഞങ്ങൾ അവർ വന്ന് വൈകുന്നേരം ഞങ്ങളെ വീട്ടിൽ വന്ന് പറഞ്ഞ് ഞങ്ങൾ പിരിച്ചുവിടാം. അങ്ങനെ 2 അധ്യാപകരെ പിരിച്ചുവിട്ടു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒത്തുതീർപ്പിലായി. ഇപ്പം ഏകദേശമാണ്. പക്ഷേ എങ്കിൽ പോലും ഈ കുട്ടിക്ക് ഈ തിരക്കുള്ള വണ്ടികൾ വരുന്ന റോഡാണ്. വണ്ടികളല്ല, ഈ 2:30 സ്കൂൾ വണ്ടി ഒരുപാടുണ്ട്, വലിയ ബസ് വരെ ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പം ഇവന് നടുക്കൂടി വന്ന് ഇവന് അറ്റത്തൂടി വരണമെന്നൊന്നും അറിയത്തില്ല. ഇതിനിടയ്ക്ക് പട്ടിശല്യമുണ്ട്, പല റോഡുകളാണ്. ഇത് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കാണാം, അത്രയ്ക്കും വലിയതൊക്കെ ഉള്ള റോഡാണ്. എന്തോ അപകടം പിടിച്ച അങ്ങക്ക് അവിടെ കടയിൽ CCTV ഉണ്ട്. അപ്പം ഞങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് അവർ തന്നിട്ടില്ല. അപ്പം ഏഷ്യനെറ്റ് ന്യൂസുകാർ വന്നപ്പോഴത്തേക്ക് ആ കടയിൽ CCTV ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ വന്നപ്പോഴത്തേക്ക് അവർ ചോദിച്ചിട്ട് തന്നില്ല. അവർ തന്നില്ലേന്ന്. അത് പോലീസ് വന്നാൽ മാത്രമേ തരാം. അപ്പം ഞങ്ങളിത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾ ചൊവ്വാഴ്ച വരാം, ഉച്ചയ്ക്ക് ശേഷം വരാം, ബുധനാഴ്ച വന്ന് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. പക്ഷെ അവർ പിന്നെ അടുത്ത് വിളിച്ചപ്പോൾ അവരേക്കണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഇതിൻ്റെ ഫുട്ടേജിൻ്റെ ആവശ്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ സഭക്കാർക്ക് അവർ കൊടുത്തു. ഈ സഭക്കാർക്ക് അവർ കൊടുത്ത് ഞങ്ങൾ ഒത്തുതീർപ്പാക്കിയ ശേഷം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കിതൊന്ന് കാണണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾക്ക് തന്നത്. അങ്ങനെയാണ് CCTV ആദ്യം ഇവർ തരാൻ മടിച്ചു. അവർ ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ തന്നിട്ടില്ല. ഇതുപോലുള്ള വാർത്തകൾ ഡേ കെയറിൽ നിന്ന് ഇപ്പം നമ്മൾ കണ്ടതാണ്. പണ്ട് കൊച്ചിയിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇവരുടെ ആയമാർ അനാസ്ഥ കുഞ്ഞു മുങ്ങി മരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഇത്രത്തോളം ഒരു കൊച്ചു കുഞ്ഞുങ്ങളെ പരിചരിക്കുമ്പോൾ ഇതൊക്കെ വലിയ ഉത്തരവാദിത്തത്തോടെ നോക്കേണ്ട ഒരു ജോലിയല്ലേ? ഇവർ വളരെ ബാലാവകാശ കമ്മീഷൻ അവർ വന്ന് പറഞ്ഞു നിങ്ങളവിടെ മതിൽ കെട്ടണം, ഗേറ്റ് ഇടണം, പ്രത്യേകം ഗേറ്റ് ഇടണം, CCTV ക്യാമറ വെക്കണം. അപ്പം അതെല്ലാം അവർ സമ്മതിച്ചു. അപ്പം അതിൻ്റെ പണി തുടങ്ങിയെന്ന് പറയുന്നു. പിന്നെ പള്ളിയിലെ ഫാദറും എല്ലാം കൂടി ഇവിടെ വന്നപ്പോഴത്തേക്കും പറയുന്നു ഞങ്ങൾ അതിൻ്റെ പണി ഉടനെ തന്നെ ഇന്നലെ തന്നെ തുടങ്ങി എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിക്ക് തന്നെ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഈ അങ്കിതിൻ്റെ ഒരു വലിയ ഒരു എക്സ്ട്രാ പവർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം 2.5 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഈ വഴി ഇത് അങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ജീനിയസ് ആയിട്ട് വലിയവർക്ക് പോലും ഇത്രയും പെട്ടെന്ന് പോകാൻ കിട്ടുന്നില്ല. എന്തായാലും അത്തരത്തിലൊരു വഴി കണ്ടെത്തി അതല്ല ദൈവത്തിന്റെ സഹായത്തോടും കൂടി ആയിരിക്കണം എത്തിയത്, ഒരു ഇതും ഇല്ലാതെ. അങ്ങനെ അതിൽ പിന്നെ കുഞ്ഞിന് വല്ലാത്തൊരു അസ്വസ്ഥതയൊക്കെയാണ് ഇപ്പോഴും, പനിയും അതും ഇതൊക്കെയാണ്. വലിയ നിർബന്ധം ഇല്ല, ഞങ്ങൾ മരുന്ന് കൊടുത്ത് അങ്ങനെ വിട്ടേക്കിനെ നീ ഒന്നും കൂടെ നോക്കിട്ട് സുഖമില്ല. ഇതുപോലെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, ആരെങ്കിലും ഒക്കെ ഇതുപോലെ വന്നോണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു ഭാഗ്യം തന്നെയാണ് കുട്ടി സുരക്ഷിതമായിട്ട് വീട്ടിലേക്ക് 1.5 കിലോമീറ്റർ ദൂരം ഒറ്റയ്ക്ക് നടന്ന് വരിക എന്ന് പറയുന്നത്. ഏങ്ങലടിച്ച് കരഞ്ഞൊക്കെയാണ് അവൻ ഈ വീട്ടിലേക്ക് എത്തിയത്. എന്തായാലും അങ്കിത് വളരെ സുരക്ഷിതനാണ്. കുട്ടിയുടെ അമ്മൂമ്മയാണ് പ്രതികരിച്ചത്. അമ്മൂമ്മയുടെ പേരെന്താണ്? ഉഷ എന്ന അമ്മൂമ്മയാണ് പ്രതികരിച്ചത്. ക്യാമറമാൻ വിശാഖരക്കലിനൊപ്പം MS ശംഭു, 1 ഇന്ത്യ മലയാളം.